സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും മഴ കനക്കും. വയനാട്, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് നിഖിൽ, കോഴിക്കോട് നിന്ന് രമ്യദാസ്, മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്ത്, വയനാട്ടിൽ നിന്ന് രതീഷ് വാസുദേവൻ എന്നിവർ ചേരും. ആദ്യം നിഖിലിലേക്ക്. നിഖിൽ, കണ്ണൂരിലെ നിലവിലെ മഴയുടെ സാഹചര്യം എങ്ങനെയാണ്? രുചീഷ്, റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും കണ്ണൂർ ജില്ലയിൽ ഇതുവരെയും കാര്യമായ രീതിയിൽ അങ്ങനെ ഒരു മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ കാലാവസ്ഥയിൽ വലിയൊരു മാറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥയാണ് ജില്ലയിൽ ഉടനീളം കാണാനാവുന്നത്. എന്നാൽ വലിയ രീതിയിലുള്ള ഒരു മഴയൊന്നും ഇതുവരെയും ജില്ലയിൽ പെയ്തിട്ടില്ല. ഇന്നലെ രാത്രി ചെറിയ ചാറ്റൽ മഴ ജില്ലയുടെ മിക്ക ഭാഗങ്ങളിലും ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെയും സമാനമായ അവസ്ഥയായിരുന്നു. ഇപ്പോഴെന്നാൽ മഴയില്ലാത്ത അവസ്ഥ തന്നെയാണ്. ജില്ലയുടെ എല്ലാ മേഖലകളിലും ഇത് തന്നെയാണ് അവസ്ഥ. മലയോര മേഖലയിൽ ഉൾപ്പെടെ അത്തരത്തിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി ചെറിയ ഇടിയും മിന്നലും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് പോകുന്ന മഴയൊന്നും ജില്ലയിൽ എവിടെയും പെയ്തിട്ടില്ല. മാത്രമല്ല, ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രൊഫഷണൽ കോളേജുകൾക്കും അംഗനവാടികൾക്കും ഉൾപ്പെടെയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരീക്ഷകളിൽ മാറ്റവുമില്ല. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയും അതുപോലെ തന്നെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന മറ്റു പരീക്ഷകളും PSC ഉൾപ്പെടെയുള്ള പരീക്ഷകളും നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ നടക്കും. ശരി നിഖിൽ, കോഴിക്കോട് നിന്ന് രമ്യദാസ് കൂടി ചേരുകയാണ്. രമ്യ, കോഴിക്കോട്ടെ സാഹചര്യം എങ്ങനെയാണ്? കണ്ണൂരിൽ നിഖിൽ പറഞ്ഞതുപോലെ തന്നെയാണ് കോഴിക്കോട്ടെയും സ്ഥിതി വ്യത്യസ്തമല്ല. ഇന്നലെ മുതൽ തന്നെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് പകലും അതുപോലെ തന്നെ രാത്രിയിലും ഉണ്ടായിരുന്നത്. നേരിയ തോതിൽ, അതായത് ഇന്നലെ രാത്രിയോടുകൂടി കോഴിക്കോട് നഗരത്തിൽ വലിയ തോതിൽ ശക്തമായ രീതിയിൽ തന്നെ മഴ പെയ്തിരുന്നു. എന്നാൽ മലയോര മേഖലകൾ ഉൾപ്പെടെ വലിയ കാര്യമായ തോതിലൊന്നും മഴ പെയ്തിട്ടില്ല. നേരിയ ചാറ്റൽ മഴ മാത്രമാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ളതും ഇതുപോലെ തന്നെ ഒരു നേരിയ ചാറ്റൽ മഴ ഇപ്പോഴും കോഴിക്കോടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പെയ്യുന്നുണ്ട്. എങ്കിലും ശക്തമായ രീതിയിലുള്ള മഴയോ അല്ലെങ്കിൽ കാര്യമായ നാശനഷ്ടങ്ങളോ ഒന്നും എവിടെയും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ട് ആണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഇന്നലെ മുതൽ കളക്ടറുടെ പേജിൽ ഉൾപ്പെടെ അവധി പ്രഖ്യാപിക്കുന്നതിന് വലിയ രീതിയിൽ തന്നെ പ്രതിഷേധവും ഫേസ്ബുക്ക് പേജിൽ ഉൾപ്പെടെ ഉണ്ട്. എന്തായാലും മഴ ഇപ്പോൾ കോഴിക്കോട് സ്ഥിതി ശാന്തമാണ്. ഒരു കാര്യമായ ഒരു നാശനഷ്ടങ്ങളും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രുചീഷ്. ശരി രമ്യ, മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്ത് കൂടി ചേരുകയാണ്. ശാന്തകുമാർ, മലപ്പുറത്തെ മലയോര മേഖലയിലേക്ക് സാഹചര്യം എങ്ങനെയാണ്? റെഡ് അലർട്ട് ആണെന്നുണ്ടെങ്കിലും ശക്തമായ മഴ എവിടെയും ഉണ്ടായിട്ടില്ല. ഇന്നലെ രാത്രി മുതൽ ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ടെങ്കിലും അവ അതിതീവ്ര മഴയിലേക്കൊന്നും എത്തിയിട്ടില്ല ഇതുവരെയും. രാവിലെ ആണ് അല്പം ചാറ്റൽ മഴ ഇപ്പോൾ തുടരുന്നത്. എന്തായാലും ജില്ലാ കളക്ടർ ശക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്, ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് തുടരുക തന്നെ ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ജില്ലയിലെ കോറികളൊന്നും ഇന്ന് പ്രവർത്തിപ്പിക്കരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, ബാക്കിക്കയം ഡാം ഷട്ടർ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടലുണ്ടിപ്പുഴയിലെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അതുപോലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം തുടരുകയാണ്. എന്തായാലും ശക്തമായ മഴ ജില്ലയിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. ഇന്നലെ ഉച്ച മുതൽ മൂടിക്കെട്ടിയ കാലാവസ്ഥ തന്നെയായിരുന്നു. പക്ഷേ രാത്രിയിലാണ് മഴ ആരംഭിച്ചത്. അത് ശക്തമായ മഴയിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും ചാറ്റൽ മഴ ഇപ്പോഴും തുടരുക തന്നെയാണ്. എന്തായാലും ശക്തമായ നിർദ്ദേശം വൈദ്യുതി വകുപ്പിനും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പിനും പഞ്ചായത്ത് തലത്തിലും എല്ലാ മുൻകരുതലും ഇരിക്കാൻ തന്നെയാണ് ജില്ലാ കളക്ടറും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആശങ്കപ്പെടുന്ന സാഹചര്യം മലപ്പുറം ജില്ലയിൽ ഇപ്പോഴില്ല. രുചീഷ്. ശരി ശാന്തകുമാർ, എന്തായാലും മലബാറിലാകെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ഒരു സാഹചര്യം ഉണ്ട് എങ്കിലും മഴ വിവിധ ജില്ലകളിൽ കാര്യമായി ഇല്ല എന്ന് തന്നെയാണ് അറിയുന്നത്. വയനാട്ടിൽ നിന്ന് രതീഷ് വാസുദേവൻ കൂടി ചേരുകയാണ്. രതീഷ്, നമ്മൾ ഒരു ദുരന്തം അതിജീവിച്ച് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ശക്തമായ മഴ വരുമ്പോൾ എപ്പോഴും ഉള്ളിൽ ഒരു ഭയമുണ്ടാകും. എന്തായാലും മുൻകരുതലൊക്കെ ഏത് രീതിയിലാണ് നടപ്പിലാക്കുന്നത്? രുജീഷ്, തീർച്ചയായും അത്തരമൊരു ആശങ്കയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഒരു റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. കാരണം ഇന്നലെ രാവിലെ മുതൽ മറ്റിടങ്ങളിലൊക്കെ ശക്തമായ മഴ, അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അത് കേരളത്തിലേക്കും എത്തും. അത് വയനാടിനെയൊക്കെ ഏത് രീതിയിൽ ബാധിക്കുമെന്നുള്ള മുൻകരുതലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മഴ മൂടിയ അവസ്ഥയായിരുന്നു ഇന്നലെ രാവിലെ മുതൽ.
ഇന്നലെ രാത്രി ചെറുതായി മഴ പെയ്തു. ഇന്ന് രാവിലെയും ഇപ്പോൾ ഈ സമയത്തും ചെറുതായി ചാറ്റൽ മഴയുണ്ട് എന്നൊഴിച്ചാൽ ശക്തമായ മഴയൊന്നും തന്നെ വയനാട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും മുൻകരുതൽ നടപടികളൊക്കെ തന്നെ ജില്ലാ ഭരണകൂടം എടുത്തു കഴിഞ്ഞു. ഈ അണക്കെട്ടുകളൊക്കെ തന്നെ കാരാപ്പുഴയും ബാണാസുര അണക്കെട്ടൊക്കെ തന്നെ സുരക്ഷിതമായ ജലവിധാനത്തിൽ തന്നെയാണ്, നിയന്ത്രണ വിധേയമാണ് എല്ലാം. അതുപോലെ തന്നെ ഇത്തരത്തിൽ അതിതീവ്ര മഴ പെയ്യുമെന്ന പശ്ചാത്തലത്തിൽ തന്നെ ഇത്തരം ആശങ്കയുള്ള സാഹചര്യങ്ങളിലൊക്കെ തന്നെ റവന്യൂ വകുപ്പിനൊക്കെ അലർട്ട് നൽകിയിട്ടുണ്ട്. അത്തരം അടിയന്തര സാഹചര്യം കൈകാര്യം ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ജില്ലാ കളക്ടറേറ്റിലും അതാത് താലൂക്ക് ആസ്ഥാനങ്ങളിലും ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. വളരെ പൊടുന്നനെ അതിതീവ്ര മഴയുണ്ടാകുന്ന സാഹചര്യങ്ങളിലാണ് ഇവിടെയൊക്കെ ദുരന്തങ്ങളിലേക്കൊക്കെ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം മുൻകരുതലുകളൊക്കെ തന്നെ ജില്ലാ ഭരണകൂടം എടുത്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ കനത്ത മഴ എവിടെയും പെയ്യുന്നില്ല. എന്തായാലും ചാറ്റൽ മഴയുണ്ട്. മഴയുടെ സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് ജില്ലയിൽ റെഡ് അലർട്ടാണ്. വിദ്യാലയങ്ങൾക്കൊക്കെ, അംഗൻവാടി ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങൾക്ക്, ട്യൂഷൻ സെൻ്ററുകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങൾക്കൊക്കെ തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സ്ഥിതിയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ചാറ്റൽ മഴയുടെ പശ്ചാത്തലമാണ് ഇപ്പോൾ രാവിലെ വയനാട്ടിൽ ഉള്ളത്. രുചീഷ്. ശരി രതീഷ്, എന്തായാലും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ശക്തമായ മഴ ഇതുവരെ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശബരിമലയിലേക്ക് കൂടി പോയാൽ ശബരിമലയിൽ കഴിഞ്ഞ 24 മണിക്കൂറായി മഴ തുടരുകയാണ്. മഴയുടെ ശക്തി അല്പം കുറഞ്ഞെങ്കിലും എന്തായാലും ശബരിമലയുടെ മഴയുടെ സാഹചര്യം കൂടി പരിശോധിക്കാം. അതിനിടെ തമിഴ്നാട്ടിൽ പെഞ്ചൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് മഴ ശക്തമായി തുടരുകയാണ്. പുതുച്ചേരിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. 10 ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. 5 ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കി. ചെങ്കൽപ്പേട്ട് അടക്കം 6 ജില്ലകളിലും പുതുച്ചേരിയിലും റെഡ് അലർട്ട് തുടരുകയാണ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ലക്ഷ്മി ബാലേന്ദ്രൻ ചേരുകയാണ്. ലക്ഷ്മി, തമിഴ്നാട്ടിലെ സാഹചര്യം എങ്ങനെയാണ്? രുചീഷ്, പെഞ്ചൽ ചുഴലിക്കാറ്റ് കൊണ്ട് തമിഴ്നാട്ടിൽ വളരെ ഗുരുതരമായൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. തമിഴ്നാട്ടിലും അയൽ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ പെഞ്ചൽ ചുഴലിക്കാറ്റിന്റെ ആ ഒരു പ്രത്യാഘാതം ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കേരളത്തിൽ ഉൾപ്പെടെ വളരെ ശക്തമായ മഴയാണ് പലയിടത്തും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിനേക്കാളും ഭയാനകമായ സാഹചര്യം തന്നെയാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഉള്ളത്. വ്യാപക നാശനഷ്ടങ്ങളാണ് നിലവിലുണ്ടായിരിക്കുന്നത്. 9 മരണം വരെ ഇതുവരെ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായിട്ട് 9 മരണം വരെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തു. വിഴുപുരത്താണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുള്ളത്. സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ഇന്നവിടെ തമിഴ്നാട് സംസ്ഥാനത്ത് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാ സ്കൂളുകളും കോളേജുകളും ദുരിതാശ്വാസ ക്യാമ്പുകളായി വിട്ടു നൽകണമെന്നാണ് കലക്ടർ പറഞ്ഞിട്ടുള്ളത്. ചെന്നൈയിലാണെങ്കിൽ നിരവധി ട്രെയിൻ സർവീസുകൾ ഇതുവരെ റദ്ദാക്കി. ചെന്നൈയിൽ 10ഓളം ട്രെയിനുകളും വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. 5 ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കി. ട്രാക്കുകൾ പലതിലും വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്നാണ് ട്രെയിൻ സർവീസുകളൊക്കെ മുടങ്ങിയിരിക്കുന്നത്. ഇന്നലെ വിമാന സർവീസും ഇതുപോലെ വളരെ പ്രതികൂല സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിരുന്നത്. അതുപോലെ തന്നെ ട്രെയിൻ സർവീസുകളൊക്കെ മുടങ്ങിയിരിക്കുകയാണ്. സ്കൂളുകളും അടച്ചിരിക്കുകയാണ്. ഡാമുകൾ കരകവിഞ്ഞ് ഒഴുകുകയാണ്. കാഞ്ചീപുരത്തൊക്കെ ഡാമുകൾ കരകവിഞ്ഞ് ഒഴുകിയിരിക്കുകയാണ് കനത്ത മഴ മൂലം. രക്ഷാപ്രവർത്തനവും പ്രദേശത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. NDRF സംഘങ്ങളും ഇന്ത്യൻ ആർമിയും ഒക്കെ നിരവധി രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആവശ്യമായ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വെള്ളവും ഭക്ഷണവും ഒക്കെ ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ആളുകൾക്ക് എത്തിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനവും ഊർജിതമാക്കിയിട്ടുണ്ട്. അതിനിടെ ഇന്നലെ രാത്രി ഉണ്ടായ പ്രളയ ഉരുൾപൊട്ടലിൽ 7 കുടുംബങ്ങൾ കുടുങ്ങിയതും വളരെ വേദനാജനകമായ ഒരു സംഭവമാണ്. 7 പേരാണ് മണ്ണിനടിയിൽ ഇപ്പോൾ അകപ്പെട്ടിട്ടുള്ളത്. അവരിതുവരെ രക്ഷിക്കാനായിട്ടുള്ള രക്ഷാപ്രവർത്തനം ഇന്ന് രാവിലെ മുതൽ തുടങ്ങുമെന്നാണ്. പ്രതികൂല സാഹചര്യം ആയതിനാൽ മുടങ്ങിയിരിക്കുകയായിരുന്നു. ഇന്നു മുതൽ അത് പുനരാരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി ലക്ഷ്മി.